ഹലോ. ഒരുപാട് എക്സൈറ്റ്മെൻറ്റും കുറേയൊക്കെ നെർവസ്നെസ്സും മിക്സ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു ഇത്. കാര്യം വേറൊന്നുമല്ല, ഇതെൻ്റെ ഫസ്റ്റ് സോളോ ജേണിയാണ്. എൻ്റെ ഓർമ്മ വച്ച കാലം തൊട്ട് ഇതുവരെയും ഞാൻ ഒറ്റയ്ക്ക് എങ്ങോട്ടും പോയിട്ടില്ല. ഒന്നുകിൽ എൻ്റെ കൂടെ എൻ്റെ ഫാമിലി കാണും, അല്ലെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് കാണും. പിന്നെ എനിക്ക് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോകണമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാലും എന്നെ അങ്ങനെ വീട്ടിൽ നിന്ന് വിട്ടിട്ടില്ല. ചിലപ്പോൾ ഈ ഒറ്റമോളായിട്ട് വളർന്ന മെജോറിറ്റി ഫാമിലീസിലും നടക്കുന്നൊരു കാര്യം തന്നെയായിരിക്കും. നമ്മൾ ഒറ്റയ്ക്ക് വിടാൻ അവർക്ക് ഭയങ്കര പേടിയാണ്. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിലേ ഒരു ഓവർനൈറ്റ് സ്റ്റേ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മുടെ ലൈഫിൽ നടക്കൂ. അപ്പം എനിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെ ഇത്രയും നാൾ വന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല, എനിക്ക് ഈ ട്രിപ്പിൽ എത്രത്തോളം എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നോ അത്രത്തോളം തന്നെ ഒരുപാട് ഡൗട്ട്സും ഉണ്ടായിരുന്നു. അതായത് എനിക്ക് എന്നെപ്പറ്റി തന്നെയായിരുന്നു ആ ഡൗട്ട്സ് എല്ലാം. ഞാനിത് ഹാൻഡിൽ ചെയ്യുമോ പ്രോപ്പറായിട്ട്, എന്നെക്കൊണ്ടിത് ചെയ്യാൻ പറ്റുമോ, ഞാൻ അത്രയും കേപ്പബിൾ ആണോ, ഒറ്റയ്ക്ക് പോയി നിന്നിട്ടെല്ലാം വന്നോളുമോ, എന്തെങ്കിലും ഫ്ലോപ്പ് ആവുമോ, എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണ്ടി വന്നാൽ എന്തോ ചെയ്യുമെന്ന് അങ്ങനെ ഞാൻ തന്നെ സ്വന്തമായിട്ട് ഒരുപാട് പ്രോബബിലിറ്റീസ് ആലോചിച്ച് അതിന് സൊല്യൂഷൻസ് ഞാൻ തന്നെ കണ്ടുപിടിച്ച് അങ്ങനെ ഒരു ഇമാജിനേഷനൊക്കെ നടത്തിക്കൊണ്ടായിരുന്നു ഞാൻ പകുതി കൂടുതൽ സമയത്തും ഇരുന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു ഡേ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു ചാൻസ് കിട്ടുമോ അറിയത്തില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഒന്നും ആലോചിക്കാതെ ചാടി പുറപ്പെട്ടത്. ഞാൻ ഈ സ്റ്റാർബക്സിൽ നിന്ന് ഇപ്പോൾ ഈ സാൻഡ്വിച്ച് പാഴ്സൽ വാങ്ങിയത് പോലും എൻ്റെ ഭയങ്കരമായ ഇമാജിനേഷൻ്റെ അവസാനത്തെ റിസൾട്ടാണ്. കാരണം ചെന്നെത്തുന്ന സ്ഥലത്ത് അപ്പോൾ റെസ്റ്റോറൻറ്റ്സ് അടുത്തില്ലെങ്കിൽ ഇറങ്ങി നടക്കാൻ എനിക്ക് പറ്റുമോ, അങ്ങനെ ഇറങ്ങി നടന്നാൽ ഒത്തിരി ദൂരം കാണുമോ, പോയി വാങ്ങാനൊക്കെ ഓക്കെ ആയിരിക്കുമോ, എന്തായാലും ഒരു ധൈര്യത്തിൽ ഇരുന്നോട്ടെ എന്ന് എഴുതിയാണ് ഞാൻ ആ സാൻഡ്വിച്ച് പാഴ്സൽ വാങ്ങി വെച്ചത്. അവിടുന്ന് ഞാനൊരു റാപ്പും കഴിച്ച് ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും തന്നെ ബോർഡിങ് ടൈമായി. എനിക്ക് സത്യം പറഞ്ഞാൽ കിട്ടിയത് അയൽ സീറ്റായിരുന്നേ. അതുകൊണ്ട് അവിടെ നിന്നുള്ള കാഴ്ചകൾ തന്നെയായിരുന്നു എൻ്റെ ഫുൾ ജേർണി ടൈമിലുള്ള കാഴ്ചകളും. അപ്പം നിങ്ങളാരും ഇതുപോലെ എന്നെപ്പോലെ ഇതുവരെ ഒറ്റയ്ക്ക് പോകാത്തവരാരെങ്കിലും ഇങ്ങനത്തെ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ, ദിസ് ഈസ് എ സൈൻ ഫോർ യു ടു ട്രാവൽ അലോൺ. ധൈര്യമായിട്ട് പോകാം, നിങ്ങളെക്കൊണ്ട് പറ്റും. കാരണം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഞാൻ ആ ഫ്ലൈറ്റൊക്കെ ഇറങ്ങി ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അടുത്ത പാട്ട് നമുക്കിനി ഭൂമിയിൽ വെച്ച് കാണാം. അപ്പോൾ ശരി, ഓക്കെ, ബൈ.